ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ രണ്ടുപേരും കണ്ടു. എന്താ അഭിപ്രായം പറയാനായിട്ട്? ഇന്നത്തെ എപ്പിസോഡിന്റെ താരം മെയിനായിട്ട് നമ്മുടെ അനുമോളായിരുന്നു അല്ലേ? അനുമോള്, ആദില, നൂറ, അനീഷ്, ഷാനവാസ്. ഇന്ന് നെവിൻ സൈഡായി. നെവിൻ്റെ ഇന്ന് അക്ബറുണ്ട്. നെവിനൊന്നും അധികം റോൾ അടിക്കാൻ വന്നില്ല. അനുമോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് അനുമോൾ അടിയായി. അതായത് കിച്ചണില് പുള്ളിക്കാരിയാണ് ഫുഡ് വിളമ്പുന്നതും കാര്യങ്ങളൊക്കെ അനുമോളാണ്. സോ അതിനിടയിൽ വേറൊരാൾ അത് ഡിസ്ട്രിബ്യൂഷന് വരുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴും അവർക്ക് ട്രിഗർ ആയിട്ടാണ് ഇന്ന് മെയിൻ കണ്ടന്റ്. അവർ അടിയായത് മെയിനായിട്ട് ആ ഒരു റീസൺ കാരണമാണ്. അപ്പോൾ അതിലെന്താ അമ്മയുടെ അഭിപ്രായം? അനുമോള് നിക്ക് ഒരു മിനിറ്റ്, അനുമോള് ചെയ്ത കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണപ്പോ ഓക്കെ. എനിക്കും അത് കറക്റ്റ് ആണ് എന്നാൽ കറക്റ്റ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ റീസൺ ഞാൻ പറയാം, മിക്കവാറും സെയിം റീസൺ തന്നെ ആയിരിക്കും. അതായത് എന്റെ റീസൺ എന്ന് വെച്ചാല് അതായത് പുള്ളിക്കാരി തന്നെയാണ് അവിടെ ഫുൾ പണിയെടുക്കുന്നത് അല്ലെ? കിച്ചണിൽ ഫുൾ പണിയെടുക്കുന്നത് അനുവാണ്. അപ്പോൾ അരിയന്താണെങ്കിലും അതായത് കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം പ്ലാൻ അക്കോർഡിംഗ് ടു ദ പ്ലാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് അനുവാണ്. അത് കറക്റ്റ് എല്ലാം ചെയ്തിട്ട് പിന്നെ വിളമ്പാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ വരുമ്പോൾ അവിടെ ഒരു ട്രിഗറാണ്. പക്ഷെ അതിനെ പണി എടുക്കണില്ല എന്നല്ല, അതിനെ കുറെ ഇങ്ങനെ വിളിച്ച് പുള്ളിക്കാരി പണിയെടുക്കാൻ വരാം. അനുവിനെ നമ്മൾ സമ്മതിച്ചു, കുലസ്ത്രീ അങ്ങനെയൊക്കെ കുറെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ അവിടെ അനുവിന്റെ ഒരു പ്രസൻസ് വേണമെന്ന് ഇവരെന്നെ പറയാണ്ട് കുറെ സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് അടി വരുമ്പോ അവര് പറയും നീ പോയാലും നമ്മൾ നിൽക്കും, അങ്ങനെയും പറയുന്നുണ്ട്. കഴിക്കേണ്ടത് കഴിച്ചിട്ട് പിന്നെ ഒരു അടി പോലെ അതാണ് അനുവിനൊരു കരച്ചില് പൊട്ടിയത്. അതായത് പുള്ളിക്കാരിക്ക് തോന്നി എന്ത് കൊടുത്തിട്ട് നന്ദിയില്ലല്ലോ എന്നുള്ളൊരു ഇത്. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് തോന്നാറില്ലേ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുപോലെ ഒരു ഫീല് അനുവിനെ അടിച്ചു അവിടെ. പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ ഇവിടെ ടാസ്കിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അല്ലെ? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അനു ഇവിടെ ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ആളാണ് എല്ലാവർക്കും കിച്ചണിൽ അത്ര എനർജി കളഞ്ഞിട്ട് ഫുഡൊക്കെ 3 നേരം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും അനുവിനെ കിട്ടേണ്ട, എനിക്ക് തോന്നുന്നു ആസ് നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റോ എന്തോ ഒരു സാധനം അവരെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടാണ്ടാവുമ്പോഴേക്ക് അത് ചോദിച്ച് മേടിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യന്മാരുടെ സൈക്കോളജി അങ്ങനെയാണല്ലോ. ഇവര് കണ്ടറിഞ്ഞ് അങ്ങനെ അവളെങ്ങനെ എന്താ പറയാ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല. ഇത് കാരണം ഗെയിമാണ്, എല്ലാവർക്കും കളിച്ച് ജയിച്ച് എങ്ങനെയും 100 days എത്തിച്ചാൽ മതി അല്ലെ? അല്ലാണ്ട് ഇവിടെ ആരും പ്ലഷർ ട്രിപ്പിനല്ല. ഇത് കഴിയുക, കുറച്ച് ക്യാഷ് മേടിക്കുക, പോവാന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം. സോ അതിനിടയിൽ അനുവിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ ആരുമില്ല. അനുവിനെല്ലാവരും ഒരു കുലസ്ത്രീയായിട്ടാണ് കാണുന്നത്. അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, എത്ര ഫുഡ് കൊടുത്തിട്ട് പോലെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു പ്രകൃത കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇസ് ലൈക്ക് ഫെഡ് അപ്പ്. ഒരു കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും അല്ല. ഈ ബാക്കിയുള്ള ആകെയുള്ളത് ആ 2 ലേഡീസാണ് നൂറ ആദിലും. അതില് എനിക്ക് തോന്നുന്നു ആദിലേനെയും നൂറ് അത്യാവശ്യം പണിയെടുക്കും. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ ലൈക്ക് എല്ലാവരും എല്ലാവരെക്കാട്ടും കൂടുതൽ എഫേർട്ട് ഇടുന്നത് അനുവാണ്. ഞാൻ നമ്മൾ അനുവിന്റെ PR ഒന്നല്ല, അനു നമുക്ക് പൈസ തന്നിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ആസ് ഇനിയിപ്പോ കമന്റ്സ് വരും ഈശ്വര അനു PR എന്ന്. ഞാൻ അനുവിന്റെ മറ്റേ ഡമർ അങ്ങനത്തെ കുറെ ഷോകളില്ലേ, ഞാനതൊന്നും കാണാറൊന്നുമില്ല. പക്ഷെ ബിഗ് ബോസ് കാണാറുണ്ട്. അപ്പൊ ബിഗ് ബോസിൽ കൂടെയാണ് അനുവിനെ മെയിനായിട്ട് ഞാനൊക്കെ അറിഞ്ഞത്. ഷോർട്സ് കാണാറുണ്ട്. പക്ഷെ അനു എന്താന്നുള്ളൊരു ഇത് കുറെ കണ്ടസ്റ്റൻസ് കുറെ ഈ യൂട്യൂബ് വീഡിയോസിനായിട്ടിലേക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. അനുവിനെ നമുക്കറിയാം, അനുവിന്റെ വിശ്വാസമാണ്. എനിക്കങ്ങനെ അറിയില്ല പേഴ്സണലി. പക്ഷെ ഇതില് എനിക്കറിയില്ല, എല്ലാവർക്കും അവനോരോ ഭാഗത്തുനിന്ന് ചിന്തിച്ച ഓരോ കാര്യങ്ങൾ ന്യായമായിട്ട് തോന്നും അല്ലെ? അനുവിന് ഇസ് ലൈക്ക് അനു കുക്ക് ചെയ്യുമ്പോൾ എന്റെ ഡൊമൈനാണ് കിച്ചൺ, അതുകൊണ്ട് വിളമ്പാൻ ആരും വരണ്ടെന്നുള്ളൊരു വീട്ടിലൊക്കെ നടക്കുന്ന അടിപോലൊക്കെ തന്നെ, സിബ്ലിങ്സ് ഒക്കെ നടക്കുന്ന അടിപോലൊക്കെ തന്നെ. പക്ഷെ ആദില ഇസ് ലൈക്ക് അല്ല, സിബ്ലിങ് അല്ലല്ലോ, ഇവിടെ ഗെയിമാണ്. പക്ഷെ ആദില എന്ന് പറയുമ്പോൾ നിനക്ക് ഉണ്ടാക്കാൻ അറിയുന്നതിന്റെ ധാഷ്ടിയാണ്, നിന്റെ വീട്ടിൽ നിന്നും നല്ല ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇതൊരുമാതിരി പിച്ച കൊടുക്കണ പോലെയാണ്, അല്ലെങ്കിൽ ജയിലിൽ ക്യൂ നിന്നിട്ട് മേടിക്കണ പോലെയാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അനുവിന്. അത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, സംഭവം ശരിയായിരിക്കും. പക്ഷെ ആളുണ്ടാക്കുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് ന്യായീകരിക്കല്ല, പക്ഷെ ഞാൻ തോന്നണം അങ്ങനെയാണെന്ന്. പക്ഷെ അപ്പോഴേക്കും ഈ ആദിലൊക്കെ കയറി അടി ഉണ്ടാക്കുന്ന രീതിയാണ് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തത്. അതായത് ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനല്ല ആ ഒരു അടി ഉണ്ടാവുന്നത്. ഇവർ ലൈക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ ത്രാഷിയാണ് ഒരാള്. അതായത് ആ ഫുഡിന്റെ സമയത്ത് എന്തായാലും എന്ന് വെച്ചിട്ട് കണ്ടില്ല നമ്മൾ ആദില കയറി. ഞാൻ ആദിലെ ഡീഗ്രേഡ് ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ലൈക്ക് ന്യായം എന്താണ് അതിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം, എന്താണ് ഇതിനൊരു റീസൺ.
ഷാനവാസിന്റെ ആതിരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അനുവിനെ കുറച്ചുകൂടി വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാം അല്ലെ, കുറച്ചുകൂടി ഒന്ന് ഇത്രയും ഒരു സ്ട്രിക്റ്റ് ആവാണ്ട് ഓക്കെ നിങ്ങൾ. പക്ഷെ ഇതിന് മെയിൻ പോയിന്റ് എന്താണെന്നറിയോ, സപ്പോസ് ഇപ്പോ അനുമോൾ ഇങ്ങനെ ലൈക്ക് വിട്ടുകൊടുത്തു, ഞാൻ ഫുഡ് ഉണ്ടാക്കി ഓക്കെ നിങ്ങൾ സെർവ് ചെയ്തോ, അത് സെർവ് ചെയ്യുമ്പോഴും അവിടെ ഒരു അടി അവിടെ ഇപ്പൊ ഈക്വാലിറ്റിയിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെ, ഈക്വലി കിട്ടിയില്ലെങ്കിലും ഈ അനുമോൾ തന്നെ ആയിരിക്കും ഇവര് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ആരും അല്ല ഉണ്ടാക്കിയത്, അങ്ങനെയും ആൾക്കാര് പറയും. പറയില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയും ആൾക്കാർ പറയും. സോ അനുവിന്റെ ഭാഗത്തുള്ളത് കറക്റ്റ് കട്ടായിട്ട് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഞാൻ PR, നമ്മള് PR അല്ല, അത് ഇടക്കിടക്ക് പറഞ്ഞു നമ്മൾ PR അല്ലാതെ അല്ല. അപ്പൊ അനുപ്പോ അങ്ങനെ ഇപ്പൊ വിട്ടുവെച്ച് ചെയ്തിട്ട് ഇപ്പൊ ശരി നിങ്ങൾ ഞാൻ മാറിയിരിക്കാൻ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അക്ബർ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആരെങ്കിലും എക്സ്ട്രാ എടുത്താലേ എന്താ നിങ്ങൾ തരാത്ത, എന്താ നിങ്ങൾ നോക്കണ്ടേ, ഉണ്ടാക്കണമെങ്കിൽ വിളമ്പിക്കൂടെ ഈക്വലി അങ്ങനെ. പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയുണ്ട്. പക്ഷെ അത് പുള്ളിക്കാരിക്ക് ഒരു പണിയെടുക്കണ കാരണം ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഗെയിം അതാ. പിന്നെ ഞാൻ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായതൊരു കാര്യം, ഇവരുടെ ഈ 50 ലക്ഷം ക്യാഷ് പ്രൈസിനാണ് ഈ പൈസ പോയിക്കൊണ്ടിരിക്കണേന്നുള്ളത്. ഇതൊക്കെ ആകുമ്പോ അവസാനൊക്കെ ആകുമ്പോ വിന്നറിനെ വല്ല കിട്ടുമെന്നാണ് ഇപ്പൊ ഡൗട്ടുള്ളത്. അയ്യോ അത് ഭയങ്കരമായി പോയി. അതങ്ങനെ വേണ്ടത്, അതൊരു 7ന്റെ പണി തന്നെയായി പോയി ശരിക്കും. അത് അങ്ങനെ ചെയ്തത് ഒരു സ്ഥലത്ത് കുറവും ഒരു സ്ഥലത്ത് കൂടുതലും കുറഞ്ഞു പോയാൽ ന്യൂനതയാണ് പ്രശ്നം അല്ലേ? കറക്റ്റ്. അപ്പോഴും ആൾക്കാരെ മെക്കിട്ട് കയറാൻ വരും. ഉണ്ടാവും. അതുകൊണ്ടാണ് അത് തേങ്ങ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് അതിന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് വിട്ടുകൊടുക്കാം. ഞാൻ പറയല്ലേ ഒരുമാതിരി സീസൺ അത് ശരിക്കും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. അതന്നെ ഇന്നത്തെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. അക്ബർ ഇപ്പൊ അവിടെ ആർക്കും കിട്ടണ്ടെന്നുള്ളത്. പിന്നെ അക്ബർ പറയുന്നുണ്ട് മറ്റേ ചോറിന് എക്സ്ട്രാ ചോറ് വന്നപ്പോ അനു പറയുന്ന ആദിലേക്ക് 3.5 കപ്പ് അളവ് പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദിൽ ലൈക്ക് അതെന്റെ കുഴപ്പമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ബ്ലെയിം ഗെയിംസ് നടത്തും. നമുക്കെന്നെ മനസ്സിലാവും. നമ്മൾ ലൈവ് കാണുന്നില്ല, ലൈവ് എപ്പിസോഡ് മാത്രം കാണുമ്പോൾ എപ്പിസോഡ് മാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അതിന്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എപ്പിസോഡിൽ. ഞാനീ പറയട്ടെ, ഈ എപ്പിസോഡിന്റെ അകത്ത് ആവശ്യമൊന്നും ഇടുന്നത് എനിക്ക് തോന്നുന്നില്ല. BB പ്ലസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കിട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റീൽസിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഫീഡിൽ വരില്ലേ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇതൊക്കെ എവിടെ കാണിക്കുന്നത്, അപ്പൊ അത് BB പ്ലസിലുണ്ടെന്ന്. BB പ്ലസ് നമ്മൾ കാണാറില്ല. നമുക്ക് ആസ് എ ഓഡിയൻസ് നമുക്ക് മെയിൻ ആ എപ്പിസോഡ് കാണാനേ താല്പര്യമുള്ളൂ. അപ്പൊ നമ്മുടെ വിചാരം എന്താ അതിൽ മെയിൻ പോയിന്റ്സ് ഉണ്ടെന്ന്. ഇല്ല, അതിൽ മെയിൻ ഒന്നും കൊടുക്കുന്നില്ല. ഈ പ്രോബ്ലത്തിൽ ഇപ്പൊ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അനീഷ് മാത്രമുള്ള സപ്പോർട്ട്. അതിപ്പോ അനീഷിന്റെ വർത്താനം കേട്ട ശരിക്കും ന്യായമുള്ള പോലെ തോന്നാം. കാരണം അവർക്ക് തന്നെ അറിയില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. അനീഷ് ഒന്നും കാണാണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടാവും. പുള്ളി കുറെ നോളയും കുറെ അങ്ങനത്തെ കാര്യം പറയുവാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോ ഒരു ജെനുവിനിറ്റി പുള്ളി കീപ്പ് ചെയ്യാറുണ്ട്. ചുമ്മാ ഒരാളെ പുള്ളി സപ്പോർട്ടും ചെയ്യില്ല. നൂറേയും ആദിൽ ഇന്നത്തെ എപ്പിസോഡിൽ കരയുന്നുണ്ടായി. അതായത് ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാകുമ്പോൾ ഒരു വിഷമമുണ്ട്. അനു തിരിഞ്ഞു പോലെ നോക്കുന്നില്ല, പുറകേക്ക് പോയിട്ട് അനു മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ കരച്ചിൽ കാണുമ്പോഴും അവര് ജെനുവിനാന്ന് ഫീൽ ചെയ്യുക. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇവര് ആദിലും നൂറേയും അവരുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കുറെ ഫൈറ്റ് ചെയ്തവരാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും സംബന്ധിച്ചു അവർക്ക് സപ്പോർട്ട് വേണം. അങ്ങനത്തെ ഒരു LGBT കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു കപ്പിൾസാണ് അവര്. പക്ഷെ എന്നാൽ പോലും ഇവര് കപ്പിളായിട്ട് നിൽക്കുന്നത് എനിക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അതായത് ശരിക്കും അത് ഭയങ്കര സ്ട്രെങ്ത് ആണ്. അതായത് ഒരു എന്താ പറയാ, ഹസ്ബൻഡും വൈഫും പോലെ ഇവർ രണ്ടുപേരായിട്ട് കപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ട് വരുമ്പോ അത് ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? അതിൽ ഏതെങ്കിലും ഒരാൾ എവിക്റ്റ് ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആ രണ്ടുപേരെ കൊണ്ടുവന്നതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഓരോ കൺസിന്റെ പോരായിരുന്നു. ഇതിപ്പോ ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഒരു എന്താ പറയാ, അതൊരു ഈക്വാലിറ്റി കുറവല്ല. അതെനിക്ക് തോന്നി. ഇപ്പൊ ഈ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അനുമോൾ എന്നുള്ള വ്യക്തിക്ക് പാടില്ല അവിടെ പുതിയത് ആരെ വരുന്ന അവരെ ഫ്രണ്ട് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർ തന്നെ വീട്ടിൽ നിന്ന് തന്നെ അറിയാം ഇവർക്ക് കപ്പ് കിട്ടി ഇവർക്ക് രണ്ടുപേർക്കും ട്രോഫി വീട്ടിൽ കൊണ്ടുപോകും, മീൻസ് ക്യാഷ് പ്രൈസ് വീട്ടിൽ കൊണ്ടുപോകും അല്ല. അപ്പൊ അതൊരു ഇനീക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എന്തായിട്ട് റീസൺ എന്ന് എനിക്കറിയില്ല. രണ്ടുപേരും ഒരുമിച്ച് കളിക്കാനുള്ളത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ കപ്പിൾസ് മീൻസ് ഒറ്റ കപ്പിളായിട്ട് കാണാതെ രണ്ടുപേരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആയിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ അവരുണ്ട്. എത്ര അടി ഉണ്ടാക്കിയാലും അവര് കമ്പനിയാണ്. അവര് വിട്ടു പോവോ ബ്രേക്കപ്പ് അങ്ങനെയൊന്നും ആവൂല അതില്. അപ്പൊ അങ്ങനെ ഒരു ഇതെന്താന്ന് എനിക്ക് തോന്നി. പിന്നെ ക്യാഷ് 7ന്റെ പണിയതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല.
ഇന്നത്തെ ടാസ്ക് പക്ഷെ അടിപൊളിയായിരുന്നു. നല്ലൊരു ഒരു ത്രില്ലുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ക്യാഷ് പ്രൈസ് ഇങ്ങനെ അടിച്ചടിച്ച് പോണത് എല്ലാവരും. അത് നല്ല എന്റർടൈനിങ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ യൂട്യൂബിൽ എവിടെ നോക്കിയാലും കൂടുതൽ സപ്പോർട്ട് കാണുന്ന മെയിൻ ആൾക്കാരുടെ പേര് അറിയോ? ആരൊക്കെയാണ് മെയിൻ? ഒരു ടോപ്പ് 4 എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടങ്ങളിട്ട ആൾക്കാർക്ക് കുറെ കൂടി ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് ടോപ്പ് 4 എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഇവരൊക്കെയാണ്. അനുമോള്, അനീഷ്, ഷാനവാസ്, നെവിൻ. അക്ബറിന് അത്ര ഞാൻ ഹൈപ്പ് കണ്ടിട്ടില്ല. എൻ്റെ ഒരു റീൽസിലൊക്കെ വരുന്നത് കൂടുതലും ഇവരാ. വരാത്തത് അക്ബർ, സാബുമോൻ, ആദില നൂറ. അവര് പിന്നീടാണ്. ബാക്കി ഇത് ടോപ്പ്. കുറെ പോൾസുകളുണ്ട് ഇങ്ങനെ ആർക്ക് വോട്ട് ചെയ്യാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റുകൾ ഇടും. അപ്പൊ അതിന് നമ്മൾ പോള് നോക്കുമ്പോൾ ഇവരൊക്കെയാണ് ലീഡിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഈ എപ്പിസോഡല്ല ഈ സീസൺ തന്നെ നമുക്ക് ഇന്നൊരാളുടെ ഇഷ്ടം തോന്നുന്നില്ല. ഓരോ ടാസ്കിലും ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഒരാളുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? വ്യക്തികളോട് സ്നേഹം ഇല്ല. വ്യക്തികളോട് ചിലപ്പോ ഒരു ചായ്വ് വരുന്നല്ലാണ്ട്, ചായ്വല്ല, അവരെന്ത് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഇത് തോന്നും കറക്റ്റ് ആണോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ന വ്യക്തിനെ കണ്ടെടുത്ത് സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോയിൽ വേറെ എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അണ്ടിൽ ദെൻ ബൈ.